ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണം. കൂടെ ഒരു ലൈക്കും കൂടി അടിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചിക്ക് സംശയം കൂടിക്കൂടി വരികയാണ് കേട്ടോ. അപ്പൊ എന്തിനായിരിക്കും ഇപ്പൊ ഇളയച്ചനെ കൊണ്ട് നമ്മുടെ ശ്രുതി വിളിപ്പിച്ചിട്ടുണ്ടായിരിക്കും? ഇത്രയും നാളും അങ്ങനെ ഒരു വിളിയും കോളും ഇല്ലായിരുന്നു. അങ്ങനെ രേവതിയോട് പറയാണ്, ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും. രേവതി, നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, അവള് പഠിച്ച കള്ളിയാണ്, പേരും കള്ളിയാണെന്ന്. അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചേട്ടാ. പിന്നെ നിന്നോട് ആരാ പറഞ്ഞത്? നീ കണ്ടതിലും ലോകം കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല കുറെ കള്ളന്മാരെയും കൗശലക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ഒരു ബ്യൂട്ടി പാർലറും അവളുടെ ഒരു മലേഷ്യയും ഇളയച്ചനും എല്ലാം കൂടി ഞാന് തേച്ചു വെളുപ്പിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മീരേനെയും ശ്രുതിനെയാണ്. അപ്പൊ ശ്രുതി ചെന്ന് കാര്യങ്ങളൊക്കെ മീരയോട് പറയൂ, എന്റെ പൊന്നു മീരെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഓർത്തതാ പീഡിക്കപ്പെട്ടെന്ന്. പിന്നെ ഉണ്ടല്ലോ അയാള് ഇളയച്ചനാന്ന് പറയുന്ന വീരാനിക്ക എവിടെ നിന്നോ ഫോൺ വിളിച്ചു. സത്യം പറയാലോ, അതും കറക്റ്റ് റിയാലിറ്റി ആന്നേ തോന്നത്തുള്ളൂ. അതുപോലെയുള്ള ഗൾഫ് രാജ്യം തന്നെയായിരുന്നു. അതെങ്ങനെയാ അയാൾ അവിടെ പോയതെന്ന് എനിക്ക് അറിയത്തില്ലാത്തത്. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞപ്പോ മീര പറയാം, അത് പിന്നെ ശ്രുതി, നീ ഇപ്പൊ രക്ഷപ്പെട്ടു. നീ ഒരു കാര്യം വിചാരിക്കണം, നീ ഒരു കാര്യം ഓർക്കണം. എന്നും നിനക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു ദിവസം ഏതാണെങ്കിലും എന്താണെങ്കിലും നിനക്ക് ലോക്ക് വീഴും. അന്ന് നിന്നെ സ്തുതി ഇട്ടിട്ട് പോവുക, ഡിവോഴ്സ് ചെയ്യുക, അതൊക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹേയ് മീരെ, നിർത്തിക്കേ, നീ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ. എനിക്കതൊന്നും ഓർക്കാൻ കൂടി പറ്റില്ല. ഇല്ല, ഡിവോഴ്സ് ഒരിക്കലും സ്തുതി എന്നെ ഡിവോഴ്സ് ചെയ്യില്ല. സ്തുതി എന്നെ ഒരിക്കലും അവഗണിക്കില്ല. സ്തുതി എന്നെ ഒരിക്കലും സ്തുതിയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എന്തറിയാം നിനക്ക്? അതെ, ഒരു പുരുഷനെ ഒരു സ്ത്രീ ചതിച്ചു എന്നറിയുന്നതിൽ അതിൽ പരം വേറൊന്നുമില്ല. അതും ഒരു വിവാഹം കഴിച്ച ഒരു കുട്ടിയുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരവസ്ഥയുണ്ടല്ലോ, അത് നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഒരാണുങ്ങൾക്കും അത് സഹിക്കാൻ പറ്റില്ല. ഒരു പക്ഷെ നീ എല്ലാം പറഞ്ഞിട്ടാ വിവാഹം നടത്തിയിരുന്നതെങ്കിൽ ആണുങ്ങൾ സഹിക്കും, ക്ഷമിക്കും. ഇത് നീ മറച്ചു വെച്ചതായതുകൊണ്ട് മീരെ, നിന്നോടാ പറഞ്ഞ് മിണ്ടാതിരിക്കാന്. എനിക്കിനി ആകെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബീരാനിക്ക വരുന്നത്. ബീരാനിക്ക, ഹലോ മീരക്കുട്ടിയെ എന്നൊക്കെ വിളിച്ചോണ്ട് കയറി വരിക. അപ്പം ബീരാനിക്കനെ കണ്ടതും നമ്മുടെ ശ്രുതി ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ശ്രുതിക്ക് ഒരുപാട് ആശ്വാസം ആവുന്നുണ്ടല്ലോ ഇപ്പം ബീരാനിക്ക. അങ്ങനെ ശ്രുതി ബീരാനിക്കനെ കണ്ടതും, അതെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആ സമയത്ത് ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ കൈ ഒഴിഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഇപ്പം ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കേണ്ടി വരില്ല. ഈ ഒരു അവസ്ഥ ഇതല്ലായിരിക്കും എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ബീരാനിക്ക പറഞ്ഞു, അതൊക്കെ എനിക്ക് മീര പറഞ്ഞു തന്ന ഐഡിയ അല്ലേ. മീരയുടെ ഒരു കൂട്ടുകാരന്റെ സ്റ്റുഡിയോയിൽ പോയ ഞാൻ നിന്ന് കോൾ ചെയ്തത്. എങ്കിലും ഞാൻ പതറിപ്പോയിട്ടോ. സ്ഥലം എവിടെയാ, വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ബീരാനിക്ക ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്ത് തരണം എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊന്നും വേണ്ട എൻ്റെ പൊന്നു പെങ്കൊച്ചെ. എനിക്കൊരു കാര്യം മാത്രമേ നിന്നോട് പറയാനുള്ളൂ. നീ കാണിച്ചു കൂട്ടുന്നത് എന്തോ കള്ളത്തരമാണെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, നീ എന്നോട് പറയുകയും വേണ്ട. പക്ഷേ കള്ളത്തരം ചെയ്ത് എത്ര നാള് ജീവിക്കാൻ പറ്റും? നീ അതൊന്ന് ചിന്തിച്ചു നോക്ക്. എത്ര നാള് കള്ളത്തരം ചെയ്ത് നീ മുന്നോട്ടേക്ക് പോകും? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരിക്കലും നേരായ മാർഗത്തിലൂടെ അല്ലാതെ കുറുക്ക് വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ടേക്ക് പോവില്ല മോളെ. അത് അനുഭവത്തിൽ നിന്ന് പഠിച്ചവനാ ഈ ബീരാൻ. അതുകൊണ്ട് പറയാ, ഈ ബീരാൻ പറയുന്നത് മോളൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. നിനക്ക് എന്താണോ മറച്ചു വെക്കാനുള്ളത് അത് എങ്ങനെയെങ്കിലും നീ ആ വീട്ടുകാരെ അറിയിക്കാൻ ശ്രമിക്കുക. അതും ആ വീട്ടുകാർ അംഗീകരിക്കുന്നത് പോലെ തന്നെ. അങ്ങനെ അറിയിച്ച് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കിതൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കള്ളത്തരം എന്നാണെങ്കിലും ഒരു ദിവസം വെളിയിൽ വരും. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിച്ചോ. പിന്നെ എനിക്ക് മീരയോടുള്ള സ്നേഹവും അവളോടുള്ള കടമയും ഒക്കെ കൊണ്ട് ഞാൻ അവൾ പറയുന്നത് എന്തും കേൾക്കും. ഇനി എവിടെ വന്ന് അഭിനയിക്കാനാണെങ്കിലും ഞാൻ തയ്യാറാ. നിന്റെ ഇളയച്ചനായിട്ടോ കൊച്ചച്ഛനായിട്ടോ ചെറിയച്ഛനായിട്ടോ ആരായിട്ടാണെങ്കിലും ഞാൻ അഭിനയിച്ചോളാം. ഈ മീരനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവള് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബീരാനിക്ക പോകുന്നത്. അപ്പോഴത്തേക്കും
ബീരാൻ പറഞ്ഞ വാക്ക് നമ്മുടെ മീരയുടെ മനസ്സിലും ശ്രുതിയുടെ മനസ്സിലും ഒത്തിരി ഏറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീര പറയാ, ബീരാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ശ്രുതി, ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ബീരാനും പറയുന്നത്. എത്ര നാള്, എത്ര ദൂരം നീ ഇങ്ങനെ കൊണ്ടുപോകും? ഇല്ല മീര, എത്ര നാള് എത്ര ദൂരം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്കിടയിൽ സംഭവിക്കണം. ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലായിരിക്കണം ഞാനും ശ്രുതിയും ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാന് ഒന്ന് തീരുമാനിച്ചു. ഇനി ഇനി ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വേണം. ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ അവന് എന്നോടുള്ള സ്നേഹം കുറയാതിരിക്കത്തുള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ എന്നോട് ക്ഷമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രുതിയെ നിലനിർത്താനും എനിക്ക് ഇനി ഒരേ ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. എന്ത്, നീ അപ്പൊ പ്രഗ്നന്റ് ആവുന്നതിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ഒരു കുഞ്ഞിനെ നോക്കാൻ നിനക്ക് പറ്റുന്നില്ല, അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ഈ ജീവിതം നിലനിർത്തണമെങ്കിൽ എൻ്റെ ജീവിതത്തിലും ശ്രുതിയുടെ ജീവിതത്തിലും ഒരു കുഞ്ഞ് വന്നേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുക്കുക. ഇനി ഉടനെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആകും. ശ്രുതിയുടെ കുഞ്ഞിനെ ഞാൻ വയറ്റിൽ ചുമക്കും. ശ്രുതിയുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. എല്ലാവർക്കും മുമ്പിൽ ശ്രുതിയുടെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് എനിക്ക് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും ശ്രുതി എന്നെ ഉപേക്ഷിക്കില്ല. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും എല്ലാം ശ്രുതി ക്ഷമിക്കും, സഹിക്കും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ മീര ചോദിച്ചു, നീ ഉറച്ചെടുത്ത തീരുമാനം തന്നെയാണോ? അതെ, ഞാനെടുത്ത തീരുമാനം ഉറച്ചെടുത്ത തീരുമാനമാണ്, ഇതിനി യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. മീരയ്ക്ക് ശ്രുതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായത് തന്നെ സത്യം പറഞ്ഞാൽ ശ്രുതിയുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തിനും ഏതിനും കൂട്ടി നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടാണല്ലോ മീര എല്ലാത്തിനും നമ്മുടെ ശ്രുതിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ചന്ദ്രോദയാണ് കേട്ടോ. ചന്ദ്രോദയത്തിൽ വൺ റൊമാൻസ് നടക്കാൻ പോവുകയാണ്. വൺ റൊമാൻസ് എന്ന് പറഞ്ഞാൽ കിടിലൻ റൊമാൻസ്. വേറെ ആരുമല്ല, അവിടെ റൊമാൻസിന് തിരികൊളുത്തുന്ന ആരായിരിക്കും? നമ്മുടെ വർഷ. അങ്ങനെ വർഷ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്തോ ഫോണിൽ ഇങ്ങനെ വീഡിയോ കാണുന്നു. ശ്രീകാന്ത് വന്ന് എന്താ വർഷ എന്ന് ചോദിക്കുമ്പോൾ, ദേ കണ്ടോ 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 ശ്രീകാന്തെ, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എടുത്തോണ്ട് നടക്കുകയാണോ? എന്തൊരു സ്നേഹമാണല്ലേ, എന്താണല്ലേ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ വർഷ. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനോട് പറയാണ്, ശ്രീകാന്തിന് എന്നോട് സ്നേഹമുണ്ടോ? എനിക്ക് പിന്നെ ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യാ, ഇതുപോലെ എന്നെ പൊക്കിയെടുത്തോണ്ട് നടക്ക്. എന്താ പെണ്ണെ നിനക്ക്, നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് അന്നും പറഞ്ഞുകൊണ്ട് അതിലെ കൂടെ ഒക്കെ പൊക്കിയെടുത്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നടന്നാലേ സ്നേഹം ഉണ്ടാവത്തുള്ളൂ എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ദേ ശ്രീകാന്തിന് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ശ്രീകാന്ത് എന്നെ എടുത്തുകൊണ്ട് നടക്കും. ഇവിടെയൊക്കെ എടുത്തോണ്ട് നടന്നാൽ മോശമല്ലേ? എന്ത് മോശം? ഭാര്യനെ ഭർത്താവ് എടുത്തോണ്ട് നടക്കുന്നതേ വലിയ മോശമൊന്നുമല്ല, മര്യാദയ്ക്ക് എന്നെ എടുക്കാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് നമ്മുടെ വർഷം അവിടെ കിടന്ന് ചാട്ടിയും പിടിക്കുകയാണ്. പരമാവധി ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മുടെ ശ്രീകാന്ത് ശ്രമിക്കാൻ കേട്ടോ. ശ്രീകാന്തിന് പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രീകാന്ത്, എന്റെ പൊന്നു വർഷേ, നീ എന്നെ വെറുതെ വിട്, ഞാൻ നിന്റെ കാല് പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എവിടെന്ന്? വർഷ വെറുതെ വിടുവോ? വർഷ പിടിച്ച കൊമ്പും കൊണ്ടല്ലേ വീഴത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വർഷ നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ഗതി കെട്ട് നമ്മുടെ വർഷേനെ എടുക്കുക. അപ്പൊ എടുക്കാൻ വരുന്നതേ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം വർഷേ, നമുക്ക് റൂമിനകത്ത് പോകാം, റൂമിനകത്ത് പോയിട്ട് ഞാൻ നിന്നെ എടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, ഇവിടെ വെച്ചെടുത്താൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇവിടെ വെച്ചെടുത്താൽ എന്താ കുഴപ്പമിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഭാര്യയാണോ ഞാന്? അല്ലാതെ നിങ്ങളുടെ കാമുകിയൊന്നും അല്ലല്ലോ, ആരും കാണാതെ റൂമിനകത്ത് കൊടുത്തോണ്ടൊക്കെ നടക്കാനായിട്ട് അല്ലല്ലോ. സ്നേഹമുള്ളവർക്ക് ആരെങ്കിലും കണ്ടാലോ കേട്ടാലോ ഒന്നും യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ശ്രീകാന്ത് ഇവിടെ വെച്ച് തന്നെ എന്നെ എടുക്കണം. അതുകൊണ്ട് പെട്ടെന്നാട്ടെ എടുത്ത് ശ്രീകാന്തേ, ഇല്ലെങ്കിൽ ഞാൻ സ്നേഹമില്ലെന്ന് കരുതിക്കോളാം. അല്ലെങ്കിലും ആണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാന്നേ, ആദ്യം ഭയങ്കര സ്നേഹവും ഒലിപ്പീരും ഒക്കെ ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് എടുക്കാം നീ നിർത്ത്, നിന്നെ എടുത്തോണ്ട് ഞാൻ ഇതിലെ നടന്നാ പോരെ, ഞാൻ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ ശ്രീകാന്ത് വർഷേനെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് നടക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പൊക്കിയെടുത്തോണ്ട് നടക്കുന്നു. ശ്രീകാന്തത്തിന് ഒട്ടും താല്പര്യമില്ല. പിന്നെ എങ്ങനെ പൊക്കാതിരിക്കും എടുക്കാതിരിക്കും, അതുകൊണ്ട് മാത്രമാട്ടോ എടുക്കുന്നത്. അങ്ങനെ ഒരു റൗണ്ട് ചുറ്റി, 2 റൗണ്ട് ചുറ്റി, 3ാമത്തെ റൗണ്ടിനാണ് അവിടെ സച്ചിയും രേവതിയും എത്തുന്നത്. നമ്മുടെ സച്ചി കണ്ടിട്ട് രേവതിനെ വിളിച്ച്, രേവതി നിക്കതേ, ഇതെന്താ ഇവനീ കാണിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്കും ശരിയാണല്ലോ, വർഷേനെ ചുമന്നുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നടക്കുക. അപ്പം പെട്ടെന്ന് ശ്രീകാന്ത് ഇവരെ കണ്ടതും പെട്ടെന്ന് അങ്ങോട്ട് നിലത്തങ്ങ് ഇട്ടു കേട്ടോ നമ്മുടെ വർഷേനെ. അപ്പൊ വർഷ ചോദിച്ചത്, എന്താ ശ്രീകാന്ത് ഇത്? ദേ രേവതിയേട്ടത്തെയും സച്ചിയേട്ടനും അതെന്താ, അവര് കണ്ടാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അവര് കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. അതെ രേവതി ചേച്ചി,
ഇങ്ങ് വന്ന രേവതി ചേച്ചി, ഈ ശ്രീകാന്തിനെ എന്നെ ഇതിലെ എടുത്തോണ്ട് നടക്കാനേ ഭയങ്കര മടിയാണെന്ന്. ഈ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഇടയിൽ സ്നേഹം ഉണ്ടെങ്കിലല്ലേ എടുത്തോണ്ട് നടക്കുകയും ചോറ് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ശ്രീകാന്തിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നിട്ട് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ സമ്മതിപ്പിച്ചു. നിങ്ങളെ കണ്ടപ്പോ ഇതേ കണ്ടില്ലേ, എന്നെ ടപ്പേന്ന് പറഞ്ഞ് താഴെ ഇട്ടു. മാത്രല്ല, എന്നെ എന്റെ ഭർത്താവ് എടുത്തോണ്ട് നടക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഈ വീട്ടിലുള്ള എല്ലാവർക്കും അത് കാണുന്ന, ഈ വീട്ടിലുള്ള എല്ലാവരും അത് കണ്ടെന്നോർത്തത് എന്താ പ്രശ്നം ഇരിക്കുന്നത്? പോട്ടെ, ഇപ്പൊ എന്നെ ടൗണിൽ എടുത്തോണ്ട് നടന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ഞാൻ ഈ ശ്രീകാന്തിന്റെ ഭാര്യയല്ലേ. അപ്പൊ സച്ചി പറഞ്ഞു, പിന്നെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു നാട്ടുകാരെ മുഴുവൻ കാണിച്ച് എടുത്തുകൊണ്ട് നടക്കുന്നത് അത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. ഇത് കേട്ട് നമ്മുടെ രേവതി പറഞ്ഞു, എന്താ സച്ചേട്ടാ പറഞ്ഞത്? ഭാര്യയും ഭർത്താവും നാട്ടുകാരെ കാണിച്ചെന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലെന്നോ? അതെ, ഈ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള സ്നേഹം നാട്ടുകാർ കണ്ട എന്താ പ്രശ്നം ഇരിക്കുന്നത്? കയ്യെ പിടിച്ചൊന്ന് നടന്നെന്നോ, തോളിൽ കൈയിട്ടൊന്ന് നടന്നെന്നോ, അല്ലെങ്കിൽ എടുത്തോണ്ട് നടന്നെന്നോ ഓർത്ത് യാതൊരു പ്രശ്നവുമില്ല. സ്വന്തം ഭാര്യേനെയല്ലേ എടുത്തോണ്ട് നടക്കുന്നത്, മറ്റുള്ളവരുടെ ഭാര്യമാരെ അല്ലല്ലോ. സച്ചേട്ടന് സ്നേഹമില്ലാഞ്ഞിട്ടാ രേവതി ചേച്ചി ഇങ്ങനെ സച്ചേട്ടൻ പറയുന്നത്. അത് പിന്നെ എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല രേവതി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിഷ്ടല്ലേ, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ അന്ന് ആ കോവിലിൽ പോയപ്പം ഒരു മല ഫുള്ള് ചുമന്നോണ്ട് കയറിയത്. ഓ, അത് ഒരു നേർച്ചയല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ സച്ചേട്ടൻ എന്നെ ചുമന്നോണ്ട് കയറിയത്. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമില്ല, എടുത്താലേ സ്നേഹം ഉണ്ടാവത്തുള്ളെന്ന്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ എടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിനെ പിടിച്ചങ്ങ് പൊക്കി എടുക്കാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ അത്. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, എന്താ ശ്രീകാന്തെ നോക്കി നിൽക്കുന്നത്? കണ്ടോ സച്ചേട്ടൻ എടുത്തത്? മര്യാദയ്ക്ക് എന്നെ പൊക്കി എടുത്തോളാൻ പറഞ്ഞു. അത് കേട്ടില്ല, നമ്മുടെ ശ്രീകാന്ത് ഒന്ന് പൊക്കിയെടുത്ത് ഇവര് ചുറ്റും അങ്ങ് നടക്കുകയാണ്. ഒരു ചെറിയ റൊമാൻസ് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ആ പാട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയും രണ്ടും കൂടെ എഴുന്നള്ളി വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ എഴുന്നള്ളി വരുമോ എങ്ങോട്ടേക്ക്? വീട്ടിനകത്തേക്ക്. ഭയങ്കര ടയേർഡായിട്ടൊക്കെ ആട്ടോ വരുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ ശ്രുതിക്ക് നിൽക്കാൻ പോലും നേരമില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്ക് ബ്യൂട്ടി പാർലറിൽ ഓടണം, അതുപോലെ തന്നെ കടയിൽ പോകണം. അപ്പൊ ആകെപ്പാടെ ടയേർഡായി വന്നതും കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശ്രീകാന്ത് വർഷേനെയും അതുപോലെ സച്ചി രേവതിനെയും എടുത്തോണ്ട് നടക്കുകയാണ്. ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക നമ്മുടെ ശ്രുതിയും കൂടി. അപ്പോഴത്തേക്കും ഇവരെ കണ്ടതും നമ്മുടെ ശ്രുതി, ഇതെന്താപ്പ ഈ കാണുന്ന കാഴ്ച എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയും പറയുക, ഇതെന്തു പറ്റി, ഇവർക്ക് ഭ്രാന്ത് പിടിച്ചോ? അതേ, ഭ്രാന്തൊന്നുമല്ല, സ്നേഹമുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരും ഇങ്ങനെയാ എന്ന് സച്ചി. സ്നേഹമുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരും ഇങ്ങനെയാന്ന് നിന്നോട് ആരാടാ സച്ചി പറഞ്ഞത്? നിനക്കെന്താ വട്ടുണ്ടോ? എനിക്ക് വട്ടൊന്നുമില്ല, എനിക്കെന്റെ രേവതിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവളെ എടുത്തു. അതുപോലെ ശ്രീകാന്തിന് വർഷനെ ഇഷ്ടമാണ്, അതുകൊണ്ട് എടുത്തു. അല്ല, നിനക്ക് പൗഡർ എടുത്തിന് ഇഷ്ടല്ലേ? എങ്കിൽ പിന്നെ സോഡാ കുപ്പി നീയും അങ്ങ് എടുത്തോടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, പിന്നെ എടുത്തല്ലോ എന്ന് വെച്ചാൽ ഇപ്പൊ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത്. ദേ, നിനക്ക് ഇതിനെ കുറിച്ചുള്ള സൈക്കോളജി അറിയാഞ്ഞിട്ടാ മോനെ, എടുത്തില്ലെങ്കിൽ റൂമിൽ ചെല്ലുമ്പോ നിനക്കൊക്കെ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ നോക്കുക ശ്രുതി, എന്നിട്ട് എടുക്കണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതിയെ എടുക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ എന്ത് ചെയ്യാനാ, വെയിറ്റ് കാരണം പോക്കാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല നമ്മുടെ ശ്രുതിക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്തോ പോലെ പോയി. സച്ചി പറഞ്ഞു, എന്താടാ ഞണ്ണേ, നിനക്ക് പറ്റുന്നില്ലേ? വെയിറ്റ് ഒന്നും പൊക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും അല്ലേ? ഭയങ്കര പഠിപ്പിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ആരോഗ്യം വേണം, ആരോഗ്യം. കണ്ടോ, മസിൽ വേണം, മസിൽ എന്നൊക്കെ പറഞ്ഞ് മസിലൊക്കെ കാണിച്ചപ്പോഴത്തേക്കും, പിന്നെ എനിക്ക് അത്യാവശ്യത്തിന് മസിലൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാൻ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞ് ഒരൊറ്റ പൊക്കാണ് ശ്രുതിനെ കൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. അങ്ങനെ 3 കപ്പിൾസും റൗണ്ട് അടിക്കുന്ന ഒരു അടിപൊളി പാട്ടൊക്കെ ഇട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഏതായാലും അത് ഒരു 2-3 മിനിറ്റ് ഒക്കെ ഉണ്ട്. ഇന്നീ ക്രവാറ്റ്സിലൊക്കെ എപ്പിസോഡ് തീരുക ചെയ്യുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര വരികയാണ്. ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുമോ? 3 മക്കളും മരുമക്കളെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് നടന്ന് സ്നേഹിക്കുന്നത് ഏതെങ്കിലും അമ്മായിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ചന്ദ്ര ഇവരെ കണ്ടതും ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ചു വിട്ടുകൊണ്ട് നിന്നിട്ട് ഇത് വിളിക്കുകയാണ്. എടി രേവതി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബാക്കി 2 പേരും എടുത്താലും കുഴപ്പമില്ല, രേവതിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കത്തില്ല. അത് പ്രത്യേകിച്ച് ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞാൽ ആരെയും എടുത്തിട്ടങ്ങ് സഹിക്കുന്നില്ല. ചന്ദ്ര ഇങ്ങ് വന്നില്ല, എന്താടി ഈ കാണിക്കുന്നത്? ഇതെന്താ ഈ പട്ടാപ്പകൽ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നാണമില്ലേ? ഇവിടെ ഒരപ്പനും അമ്മയും ഉണ്ടെന്ന് അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വർഷം അങ്ങോട്ട് ഇന്ന് എന്താ ആന്റി പറയുന്നത്?
ഞങ്ങളതിനിവിടെ വൃത്തികേടൊന്നും കാണിച്ചില്ലല്ലോ. ഏ ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽപ്പുണ്ടോ? അല്ല അല്ല മോളെ, ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്ത് പബ്ലിക്കായിട്ട്? ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളെ എടുത്തോണ്ട് നടക്കുന്നു, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പൊ ശ്രീകാന്ത് എന്നെ എടുത്തെന്ന് പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല. അതുപോലെ രേവതി എടുത്തീനെ സച്ചിയേട്ടൻ എടുത്തെന്ന് പറഞ്ഞു, ശ്രുതി എടുത്തീനെ ശ്രുതിയേട്ടൻ എടുത്തെന്ന് പറഞ്ഞു. ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. അത് പണ്ടത്തെ കാലമല്ല ആന്റി, അതൊന്ന് മനസ്സിലാക്കുക. ഞങ്ങള് ന്യൂ ജനറേഷൻ ആണ്. ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. അല്ലാതെ കെട്ടിയവന്മാരെ ഇങ്ങനെ ബഹുമാനിക്കുന്ന പോലെ കാലെ പിടിച്ചിട്ട് തൊട്ടിട്ട് എണീക്കണം, രാവിലെ പൂമുഖമാദികൾ സ്നേഹം വിടർത്തി ചായ കൊണ്ട് കൊടുക്കണം. അതൊന്നും ഇപ്പോഴത്തെ പെണ്ണുങ്ങളോട് എടുത്താലേ നടക്കത്തില്ല, അത് നടക്കത്തില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല എങ്കിലും സത്യം പറഞ്ഞാല് പക്ഷേ നീ ശ്രീകാന്തിനെ എന്ന് വിളിക്കുന്നത് തന്നെ കേൾക്കുമ്പോ എന്തോ പോലെയാ. അതെന്താ ശ്രീകാന്തിനെ എന്ന് വിളിക്കത്തില്ലേ? എനിക്കും ശ്രീകാന്തിനും ഒരേ ഏജ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നു. ഇപ്പൊ എന്നെക്കാളും മൂത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ശ്രീകാന്തിനെ ഏട്ടാന്നൊക്കെ വിളിച്ചേനെ. വിളിക്കാനൊന്നും പോകുന്നില്ല ശ്രീകാന്തെ, പിന്നെ ചിലപ്പം വിളിച്ചേനെ എന്ന് ഞാൻ പറഞ്ഞ, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ശ്രീകാന്തിനെ വിളിക്കുന്നതിന് എന്നാ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അങ്ങ് തർക്കിക്കാനും തുടങ്ങി കേട്ടോ. അങ്ങനെ തർക്കം മൂക്കാണ്. വർഷയുടെ മത്സരിച്ച് ആർക്കെങ്കിലും ജയിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മിളങ്ങസ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് കാട് കേറി നമ്മുടെ ശ്രീകാന്തും അതങ്ങ് ഏറ്റുപിടിച്ചു കേട്ടോ. അതായത് നമ്മുടെ ചന്ദ്രയുടെ പക്ഷത്തേക്ക് അപ്പോഴത്തേക്കും അങ്ങ് മാറി. ഇവർ ഭയങ്കര കുലസ്ത്രീയൊക്കെ ആയി നമ്മുടെ ശ്രുതി. അല്ലെങ്കിൽ എപ്പോഴും ശ്രുതിയും ചന്ദ്രയുടെ പക്ഷത്താണല്ലോ. അപ്പോഴേക്കും ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു, പഠിപ്പിന്റെ കാര്യം പറഞ്ഞു. എനിക്കിവിടെ ഒരു ബഹുമാനം തരുന്നില്ലല്ലോ, ഞാൻ ഇത്രയും പഠിച്ചതല്ലേ, ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം, നിന്റെ പഠിപ്പ് എന്താ? നിന്റെ ഒരു പഠിപ്പ് നീ ഇപ്പോഴല്ലേ അങ്ങ് ബിസിനസ് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയെന്ന് പറയുമ്പോൾ, എന്താണെങ്കിലും ഞാൻ ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്നുണ്ടല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും രവീന്ദ്രൻ കയറി വരുമ്പോഴത്തേക്കും രവീന്ദ്രന്റെ മുമ്പിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും, നമ്മുടെ ശ്രുതിക്ക് ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ തലയൊട്ട് വർക്കാവുന്നില്ല, ഒരു റൂം ഉണ്ടെങ്കിൽ ഇനി എല്ലാം പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് വാദിക്കുന്നു. ശ്രുതി കൂട്ടുപിടിക്കുന്നു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഒരു പുതിയ തീരുമാനമൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു തീരുമാനം വേറൊന്നുമല്ല, ഒരു റൂം കെട്ടാനാണ്. ഇനിയിപ്പൊ അതിനെ ചൊല്ലിയാണ് അങ്ങോട്ട് വഴക്ക് നടക്കാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഫുൾ വിശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. നയനയുടെയും ആദർശിന്റെയും കഥ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ പറയാനുണ്ടെങ്കിൽ കണ്ണും അടച്ച് നിങ്ങൾ ആ കമന്റ് ബോക്സ് എടുത്തിട്ട് അങ്ങ് പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കമന്റ് ഒക്കെ പറയാം കേട്ടോ. ഞാൻ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ധൈര്യമായിട്ട് കമന്റിലൂടെ നിങ്ങൾ വിവരങ്ങളൊക്കെ അന്വേഷിച്ചോളൂ, കമന്റൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ രാവിലെ എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കും. കാപ്പിയൊക്കെ എല്ലാവരും കുടിച്ചോ? അപ്പൊ ഇനിയിപ്പോൾ കാപ്പിയൊക്കെ കുടിക്കുകയും പിള്ളേരെ സ്കൂളിൽ വിടുന്നതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ആണല്ലോ നിങ്ങൾ നമ്മളെ വന്ന് ഒന്ന് കാണുകയൊക്കെ ചെയ്യുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പോവുകയാണെ, ലൈക്ക് അടിക്കണം. കൂടെ നമ്മുടെ പുതിയ ഓപ്ഷനായ ഹൈപ്പ് മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഒരാഴ്ചയിൽ നമുക്ക് 3 തവണയും കണ്ടേ ചെയ്യത്തുള്ളൂ ഈ ഹൈപ്പേ. അപ്പൊ നിങ്ങളൊന്ന് കണ്ണും പൂട്ടി ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാം. അപ്പൊ ടാറ്റ ബൈ ബൈ.